എടാ ആ തേവന്മാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്റെ തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും മുടക്കിപ്പോയി. ഓ, ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടെ. അതെന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നെ അവര് തട്ടണയും നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് അരിഞ്ഞ് ചില്ലി ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്തം ഉണ്ടാവും, കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ ആ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോണിച്ചു പുണ്യാളാ. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തിയല്ലേ? ദേടാ മോനെ, എടുക്കാൻ പറ്റാവുന്ന പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ, സ്നേഹ, പിന്നെ ഇഷ്ടം. ഈ കുഷ്ടം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രേമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പം നോക്കാം. അവിടെ നിക്കടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? മതി, എനിക്കത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കന്നെ ഈ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ ഇടിയിട്ട് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടി നോക്കി നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കണം. കൊച്ചപ്പി, മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ട് വെച്ചപ്പി. നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ല് ഷെയറിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സുദ്ധി കാണുന്നില്ല. ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? വെള്ളരിക്കാണ് പടവലങ്ങയുടെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർ പെണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതേ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ പട്ടിയില്ലാത്ത നന്ദി, എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ വേണ്ട തല്ലാൻ. സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞാൽ മതി. ശബ്ദിക്കരുത്. ആഹാ, മനസ്സിലായടാ. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ? നമുക്ക് കാണടാ. കൊച്ചാപ്പിയുടെ അപ്പൻ. ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ നീ ചോദിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അതല്ല, പക്ഷെ ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.